എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പച്ചച്ചീര തോരൻ വയ്ക്കാൻ പോവുക. ഓക്കെ. പച്ചച്ചീര നന്നായി കഴുകി കട്ട് ചെയ്തത്. പിന്നെ അതിലേക്ക് ഇടാനുള്ളൊരു അരവ്. ഇത് തേങ്ങ, മഞ്ഞൾപ്പൊടി, ചുവന്നുള്ളി ഒരു 6 പിന്നെ വേപ്പില, പച്ചമുളക് എരിവിന് ആവശ്യമുള്ളത്. ഇത് ജസ്റ്റ് ക്രഷ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ. പിന്നെ കടുക്, പിന്നെ വെളിച്ചെണ്ണ. ഓക്കെ. ഇത്ര വേണ്ടു, പെട്ടെന്ന് വേണം. ഇടാൻ പോണം. വെളിച്ചെണ്ണ ഒഴിച്ചു അല്ലേ? ചളിച്ച് കഴിഞ്ഞു. ചട്ടി പുകയുന്നു മീ. അത് എന്നിട്ട് വരെ നമ്മുടെ കടുക് പൊട്ടാൻ എന്തിനാണ്ട് റെഡി ചെയ്ത് തുടങ്ങി. വേപ്പില ഇപ്പം ഇടേണ്ട സമയം, പക്ഷെ നമ്മൾ വേപ്പില അരപ്പിൽ ചേർത്തടിച്ചിട്ടുണ്ട്. വീണ്ടും ചട്ടി ചീരയിലല്ലേ നമുക്ക് അരപ്പിടാം. ഈ അരപ്പിൽ ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. അല്ലാതെ നമുക്ക് അങ്ങനെ ഇടാം. ഞാൻ ചേർത്ത് നന്നായിട്ടൊന്നും വഴലയൊന്നും വേണ്ട. ഇപ്പം തന്നെ ഇപ്പം തന്നെ നമുക്ക് പച്ചീരയില ഇടാം. പിന്നെ മറിച്ചിട്ട് നമുക്ക് സാമ്പാറും മത്തി വറുത്തതും ചീരലത്തോരനും ചീരലയാണ് നമ്മുടെ സ്പെഷ്യലായിട്ട് ഇന്നും ചെയ്യുന്നത്. സാമ്പാറൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ. തോരനും അതെ കേട്ടോ. ഇഷ്ടംപോലെ മോഡലിലും കണ്ടിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ അവരുടേതായ രുചിയിലൊക്കെ ചെയ്യുന്നത്. ഇത്തിരി ഗ്രേവി വെച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ ഇടാണ്. അതിപ്പോൾ ഇട്ടിട്ട് കുറച്ച് ഇലയും ബാക്കിയുണ്ട്. അതിൻ്റെ മേലെ ഈ ഇലയും കൂടി ഇടാം. ഇത് അടച്ചു വെച്ചാലേ വെള്ളം കൂടെ നന്നായിട്ട് വെള്ളം വന്നിട്ട് ഇത് ഞങ്ങളുടെ അമ്പി പോകും. അത് കാരണം അടച്ചു വെക്കാണ്ട് നമ്മൾ ഇതാക്കണം. നമ്മളിങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ വേവിച്ചെടുക്കണം. എല്ലാവർക്കും ഇഷ്ടമുള്ള കാരണം ചീരയുടെ തോരൻ. ഒരു മുളക് കൊണ്ടുവന്ന് നല്ല, എനിക്ക് അപ്പം തന്നെ വെക്കണമെന്ന്. അതെ, എനിക്ക് ഫ്രഷ് ആയിട്ട് തോന്നിയാൽ ഞാൻ വേഗം മേടിച്ചതാണ്. നല്ല ചീരല്ല. എനിക്ക് ഇന്നലെ കണ്ടപ്പോൾ തന്നെ അപ്പം തന്നെ ചെയ്യണമെന്ന് തോന്നിയത്. പിന്നെ നമുക്ക് കുറച്ച് ചീരല്ല തൈ ഇവിടെ നടന്നു വെക്കണം. അത് വിത്തുണ്ട്, ചുവന്നതിൻ്റെ വിത്തുണ്ട്. ഇങ്ങനെ കിടക്കട്ടെ. ഓക്കെ. അപ്പത്തെ ചട്ടിയിൽ എന്താ ചെയ്തേക്കണേന്ന് നമ്മള് മീൻ വറുക്കണം. ചെറിയ മത്തി കിട്ടി വാഴയിലയുടെ മുകളിൽ വെച്ച്. വാഴയിലയുടെ മുകളിൽ എണ്ണയില്ലാണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്തത്. ഇനി എന്ത് ചെയ്യുന്ന വെച്ചാൽ മറിച്ചിടണേന് ഇത് മേലെ വയ്ക്കും. ഇതിൻ്റെ മേലെ ഈ ഇല വയ്ക്കും. ഇല വെച്ചിട്ട് മറിച്ചിടേണ്ട സമയമാകുമ്പോൾ ഇതിന് ഈ മറിച്ചിട്ട് ഈ ഇല മറിക്കും. ഈ ഇല അടിയിൽ വരും. അപ്പം ശരി ശരി. എന്നിട്ട് ഇങ്ങനെ മറിച്ചിടും. ശരി. ചീരല മമ്മി അടച്ചു വെക്കൂല അല്ലേ? ഞാനൊക്കെ ഗൾഫിൽ അടച്ചു വെക്കും. അടച്ചു വെക്കുമ്പോൾ വെള്ളം അടച്ചു വെക്കുമ്പോൾ വേറൊരു ടൈപ്പിലേക്ക് എന്നിട്ട് പിഴിഞ്ഞ് വെള്ളം പിഴിഞ്ഞോണം ഇരിക്കും. തോന്നി പോലെ ഇരിക്കും. ഇതിങ്ങനെ നല്ല ഒലർന്ന് കിടക്കും. ഇതിൽ പരിപ്പിട്ട് വയ്ക്കാം, ചക്കക്കുരു ഇട്ട് വയ്ക്കാം. പയറിട്ട് വയ്ക്കണവരുണ്ട്. മൂന്നിലമിച്ച് ചക്കക്കുരും പരിപ്പും ചീരയും കൂടി നല്ല രസമായിട്ട് വയ്ക്കും. മൂന്നിലമിച്ച ഒന്നിച്ചിടെ കൂട്ടാൻ അങ്ങനെ കിട്ടി വയ്ക്കാറുണ്ട്. അത് മറിച്ചല്ലേ മമ്മി? നല്ല കറക്റ്റായിട്ട് മറിച്ച്. ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഇത്രയും കഴുകുന്നുണ്ട്. ശരിക്കും മറിച്ചിട്ട് കണ്ടാ. ശരി ശരി. ആ മസാലയൊക്കെ ഇതിലേക്ക് ഇറങ്ങി. ഇതിലേക്ക് ഇറങ്ങിക്കണം കണ്ടാ. ഓക്കെ. ഇപ്പോൾ നമ്മളുടെ ചീര അവസാനിച്ചു പണി. എന്താ
വാങ്ങി വയ്ക്കാം. മീനും റെഡിയായി അല്ലേ? മീനും റെഡിയായി, ചീരയെല്ലാം റെഡിയായി, സാമ്പാറോടെ റെഡിയായി കഴിഞ്ഞു. ഓക്കെ, ചീരയിലത്തോരൻ റെഡി ആയിട്ടുണ്ട്. അതെ, അത് പ്ലേറ്റിലേക്കൊക്കെ ഞാൻ പകർത്തി വെച്ചു. ഇനി ഇതും ചോറും മീൻ വറുത്തതും മീൻ ഒരു വറുത്തതും കറി ഉണ്ടെങ്കിൽ അടിപൊളി. സാമ്പാറാണ് നമുക്ക് സാമ്പാറാണ്. സാമ്പാറും ഇന്നത്തെ ഭക്ഷണം അതാണ്. അപ്പോൾ എല്ലാവരും ചീരയിലത്തോരൻ ഉണ്ടാക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ അഭിപ്രായം ഇടണേ. താങ്ക് യു.